ഒരിക്കൽ തൻ്റെ ഒരു സുഹൃത്തിനെ കാണാനായിട്ട് ഒരു യുവ ഡോക്ടർ ചെന്നപ്പോൾ പഴയ സഹപാഠി അയാൾ ധ്യാനം പഠിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ധ്യാനം പഠിച്ചാൽ എന്താ ഗുണം? പറഞ്ഞത്, എനിക്ക് പറഞ്ഞുതരാൻ കൃത്യമായി അറിയില്ല, എങ്കിലും മരണഭയം ഉണ്ടാവില്ല. ഡോക്ടർക്ക് അത് സന്തോഷമായി. അപ്പോൾ താൻ എവിടെ പഠിക്കണേ? ഞാൻ നാനിനെന്ന് പറഞ്ഞൊരു മാസ്റ്റർ ഇവിടാണ്. അഡ്രസ്സൊക്കെ വാങ്ങി. ഈ നാനിന് ഭയമുണ്ടോ എന്നറിയാൻ വേണ്ടി യുവ ഡോക്ടർ കയ്യിലൊരു കത്തി കരുതി. നേരെ ആശ്രമത്തിൽ ചെന്നു. നാനിനെ കണ്ടു. നാനിൻ്റെ നേരെ കത്തി ചൂണ്ടി അയാൾക്ക് പേടിയുണ്ടോ മരണഭയം ഉണ്ടോ എന്നറിയാനാണ് കത്തി കരുതിയിരുന്നത്. അവിടെ ചെന്നപ്പോൾ കഥകളാകെ മാറി. നാനിൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, കുസുദ, നീ എത്ര കാലമായി എന്നെ കണ്ടിട്ടെന്ന്. അയാൾ ഞെട്ടിപ്പോയി. കാരണം അയാൾ ആദ്യമായിട്ടാണ് അവിടെ എത്തുന്നത്. നീ പണ്ടെന്നോ ഒരിക്കൽ പഠിച്ച് ഡോക്ടറാകുമെന്ന് ഞാൻ കരുതിയിരുന്നു, അതുതന്നെയല്ലേ ഇപ്പോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഇയാൾ വീണ്ടും പ്രശ്നത്തിലായി. ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥ. അപ്പോൾ പറഞ്ഞു, താങ്കൾ എന്നെ ധ്യാനം പഠിപ്പിക്കുമോ? ഏയ്, നീ ഡോക്ടറല്ലേ, നീ രോഗികളെ പരിചരിച്ചാൽ മാത്രം മതി, അതുതന്നെ ധ്യാനമാകും, ധാരാളമെന്ന് പറഞ്ഞു. അയാൾക്കത് പറ്റിയില്ല. 1 വർഷത്തോളം അയാൾ ധ്യാനിക്കാൻ ശ്രമിച്ചു, നടന്നില്ല. വീണ്ടും കുസുദ നേരെ നാനിൻ്റെ അടുത്തേക്ക് വന്നു. നാനിൻ വേറൊന്നിനും സമ്മതിച്ചില്ല. നീ പോയി രോഗികളെ നോക്ക്, ഡോക്ടറല്ലേ എന്ന് ചോദിച്ചു. അവസാനം അയാൾ അതുതന്നെ ചെയ്തു. 1 വർഷം കഴിഞ്ഞ് വന്നപ്പോൾ നാനിൻ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അയാളത് നേടിക്കഴിഞ്ഞിരുന്നു. ശരിക്കും ധ്യാനമെന്ന് പറയുന്നൊരു നേട്ടമല്ല എങ്കിലും അതൊരവസ്ഥയാണ്. രോഗികളെ പരിചരിക്കുമ്പോൾ അതൊരു ജോലിയായി ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ധ്യാനമല്ല, മറിച്ച് താൻ അത് ചെയ്യുന്നുണ്ട് എന്നുപോലും ഒരു തോന്നലില്ലെങ്കിൽ അത് ധ്യാനമാണ്. നാം എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിലായിരുന്നാൽ, അതിലൊരു പാഷൻ ഉണ്ടെങ്കിൽ, നിങ്ങളതായി തീർന്നാൽ അത് ധ്യാനമാണ്. ഇതുപോലെ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.